നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഫിലിം ആൻഡ് ടെലിവിഷൻ മേഖലയിലെ പാഷനേറ്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിലേക്കുള്ള അഡ്മിഷനുള്ള ആപ്ലിക്കേഷൻ അവർ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തെ തെക്കുംതല എന്ന സ്ഥലത്താണ്. ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ആദ്യം തന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവർ ഓഫർ ചെയ്യുന്നത് PG ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ്. 6 പ്രോഗ്രാംസ് ആണ് ഇവരിവിടെ ഓഫർ ചെയ്യുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ്. അത് ആക്ടിങ്ങില്, അനിമേഷൻ ആൻഡ് വിഷ്വൽ ഇഫക്ട്സില്, സിനിമോട്ടോഗ്രാഫിയില്, ഡയറക്ഷൻ ആൻഡ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ്, എഡിറ്റിംഗ് ആൻഡ് സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് സൗണ്ട് ഡിസൈനിങ്. ഇങ്ങനെ 6 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ് ഇവർ നൽകുന്നത്. ഇത് ഓരോ കോഴ്സും 3 ഇയർ ഫുൾ ടൈം റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ്. ഓരോ ബാച്ചിലേക്കും 10 സ്റ്റുഡൻസിനെയാണ് ഇവർ സെലക്ട് ചെയ്യുക. അതായത് ടോട്ടൽ ഇവിടെ 60 സ്റ്റുഡൻസ് ആണ് അറ്റ് ടൈം ഉണ്ടാവുക. ഓരോ കോഴ്സിനും 10 സ്റ്റുഡൻസിന് വീതം. ഇവിടെ 2 സെറ്റ് ഓഫ് കോഴ്സസ് ആണ് ഉള്ളത്. അതായത് ഫൗണ്ടേഷൻ കോഴ്സും ഉണ്ട്, സ്പെഷ്യലൈസേഷൻ കോഴ്സും ഉണ്ട്. ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫിലിം ആൻഡ് അനിമേഷൻ പ്രൊഡക്ഷന്റെ ഫണ്ടമെന്റൽസ് ആണ് പഠിപ്പിക്കുക. ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും സ്റ്റുഡൻസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഫണ്ടമെന്റൽസ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അടുത്തതാണ് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ ചൂസ് ചെയ്തിരിക്കുന്നത് അതിലാണ് സ്പെഷ്യലൈസേഷൻ തരുന്നത്. അതാണ് സ്പെഷ്യലൈസേഷൻ കോഴ്സ്. ഇവിടുത്തെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയിരിക്കും. പിന്നെ എലിജിബിലിറ്റി പ്രൊസീജിയർ നോക്കാം. ആദ്യം നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങൾ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം പാസ്സായിട്ടുണ്ടാവണം. അത് UGC അംഗീകരിച്ച ഏതൊരു കോഴ്സും, അതായത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ നിന്ന് പാസ്സായാലും കുഴപ്പമില്ല, നിങ്ങളൊരു ബാച്ചിലർ ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം. ഇനി നിങ്ങൾ എക്സാം എഴുതി റിസൾട്ട് അവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷന്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞു ഇവിടെ 6 പ്രോഗ്രാംസ് ആണ് ഓഫർ ചെയ്യുന്നതെന്ന്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് 3 പ്രോഗ്രാമിന് വരെ ഒറ്റ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഓർഡർ ഓഫ് ചോയ്സ് അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അടുത്തത് നിങ്ങളുടെ നേറ്റിവിറ്റി ആണ്. നേറ്റിവിറ്റി ഇന്ത്യൻ സിറ്റിസൺസിന് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിനും അതുകൂടാതെ ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യക്കും ഇതിന് അപ്ലൈ ചെയ്യാം. പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിനെയും ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യനെയും ഇത് അഡ്മിഷൻ പ്രൊസീജിയറിന് വേണ്ടി ഇന്ത്യൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൂടാതെ കേരളൈറ്റ്സിനും നോൺ കേരളൈറ്റ്സിനും ഇവിടെ അപ്ലൈ ചെയ്യാം. കേരളത്തിൽ ജനിച്ചു വളർന്ന കുട്ടികളാണ് കേരളൈറ്റ് കാറ്റഗറിയിൽ വരുന്നത്. ഇവർക്കാണ് എല്ലാവിധ റിസർവേഷൻ ആനുകൂല്യങ്ങളും ലഭിക്കുക. അപ്പൊ നിങ്ങൾ കേരളൈറ്റ് ആണോ നോൺ കേരളൈറ്റ് ആണോ എന്നുള്ളത് തെളിയിക്കാനായിട്ട് നിങ്ങളിതിന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇതൊരു കേരള സർക്കാർ സ്ഥാപനമായതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെതായ റിസർവേഷൻ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അതിൻ്റെ എല്ലാ ക്ലെയിം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അത് KRNNIVSA KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എന്നുള്ള ഷോർട്ട് ഫോമിന്റെ KRNNIVSA.edu.in എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മാക്സിമം 3 പ്രോഗ്രാമിലേക്ക് വരെ ഒരേ സമയം ഒറ്റ ആപ്ലിക്കേഷൻ ഫോം കൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അത് 2000 rupees ആണ്. SC, ST, PWD കാറ്റഗറി വിമൻ കാൻഡിഡേറ്റ്സും അതുകൂടാതെ LGBTQ കാൻഡിഡേറ്റ്സിനും 1000 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ. ഇത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. ഇതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെലക്ഷൻ ക്രൈറ്റീരിയയിൽ ആദ്യം ഒരു പ്രിലിമിനറി എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവും. അതിനുശേഷം അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്കാണ് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റുക. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഓറിയന്റേഷൻ ആൻഡ് ഇന്റർവ്യൂ ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് അവർ ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ പ്രിലിമിനറി ടെസ്റ്റ് തന്നെ 2 പാർട്ടായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ്സിന് ഉള്ളൊരു ടെസ്റ്റാണ്. അതായത് നിങ്ങളുടെ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ അവയർനെസ് ആണ് ചോദിക്കുക. അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. OMR ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഇതിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഡ്യൂറേഷൻ 1 hour ആണ്. ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതമാണ്. റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അടുത്തതാണ് സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതാണ് പാർട്ട് 2. ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. നിങ്ങൾക്ക് സിനിമയിലുള്ള നിങ്ങളുടെ അറിവിന് അളക്കുന്നതായിരിക്കും ഈ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ വിഷ്വൽ അസിസ്റ്റഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഇതിന്റെ ഡ്യൂറേഷൻ 2 hours ആയിരിക്കും. ഇതിന്റെ മാക്സിമം മാർക്ക് 100 ആണ്.
എൻട്രൻസ് എക്സാമിനേഷന്റെ വെന്യൂ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, കോഴിക്കോട്, കൊച്ചി ആൻഡ് തിരുവനന്തപുരം. പ്രിലിമിനറി ടെസ്റ്റ് പാസ്സാവുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾക്കാണ് ഓറിയന്റേഷൻ ആൻഡ് ഇന്റർവ്യൂ നടത്തുന്നത്. ഇതിന്റെ വെന്യൂ കേരളമായിരിക്കും. ഇനി ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുന്നതും എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതും റാങ്ക് ലിസ്റ്റ് ഇടുന്നതും അലോട്ട്മെന്റും എല്ലാം നടത്തുന്നത് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയും ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്ടറും കൂടി ചേർന്നിട്ടായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ എൻട്രൻസ് ടെസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ നോക്കാം. ഇതിന്റെ പ്രോസ്പെക്ടസിൽ ഓരോ വർഷത്തെയും ഫീസിന്റെ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് 3 ഇയർ കോഴ്സാണ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, അങ്ങനെ ഓരോ വർഷവും നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് എത്രയാണെന്ന് ഇവർ പറയുന്നുണ്ട്. ഇതിൽ ആനുവൽ ട്യൂഷൻ ഫീസ് ഓരോ വർഷവും 65,000 റുപ്പീസ് വെച്ചിട്ടാണ്. പിന്നെ കോഷൻ ഡെപ്പോസിറ്റ്, ഇത് 1 ടൈം ഡെപ്പോസിറ്റ് ആണ്, അത് 15,000 ആണ്. അഡ്മിഷൻ ഫീ അതും ഫസ്റ്റ് ഇയറിൽ മാത്രം കൊടുത്താൽ മതി, 2,000 റുപ്പീസ് ആണ്. ഇൻഫ്രാസ്ട്രക്ചറൽ ഫീ അത് 5,000 റുപ്പീസ് ആണ്, ഓരോ വർഷവും നിങ്ങൾ നൽകണം. അമ്യൂണിറ്റി ഫണ്ട് അത് ഓരോ വർഷവും നൽകേണ്ടതാണ്, 2,500 ആണ് പെർ ഇയർ. സ്റ്റേഷനറി ഫീ പെർ ഇയർ 1,000 റുപ്പീസ് ആണ്. ലൈബ്രറി ഡെപ്പോസിറ്റ് ഇത് 1 ടൈം ആണ്, അത് ഫസ്റ്റ് ഇയർ മാത്രം കൊടുത്താൽ മതി, 5,000 റുപ്പീസ് ആണ്. ഹോസ്റ്റൽ അഡ്മിഷൻ നിങ്ങൾ 1,000 റുപ്പീസ് നൽകണം. ഹോസ്റ്റൽ അഡ്മിഷൻ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചേരുമ്പോൾ 1,000 റുപ്പീസ് നൽകണം. ഹോസ്റ്റൽ റെന്റ് ഓരോ വർഷത്തേക്ക് 15,000 റുപ്പീസ് വെച്ചിട്ടാണ്. അടുത്തത് ക്യാൻറ്റീൻ ഡെപ്പോസിറ്റ് ആണ്, അത് 5,000 റുപ്പീസ് ആണ്. ഹോസ്റ്റൽ ഡെപ്പോസിറ്റ് 5,000 റുപ്പീസ്. ആർട്സ് ആൻഡ് സ്പോർട്സ് ഫീ അത് 1,500 റുപ്പീസ് ആണ്. ഈ 3 ഫസ്റ്റ് ഇയറിൽ മാത്രം കൊടുത്താൽ മതി. ഫസ്റ്റ് ഇയറിലെ ഫീ 1,23,000 ആവും. സെക്കൻഡ് ഇയറിൽ 90,000ഉം തേർഡ് ഇയറിൽ 90,000 ആണ്. ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമായതുകൊണ്ട് SC/ST കാൻഡിഡേറ്റ്സിന് അതിൻ്റെതായ റിസർവേഷൻ ലഭിക്കുന്നുണ്ട്. അവര് ആനുവൽ ട്യൂഷൻ ഫീ പേ ചെയ്യേണ്ടതില്ല. അതുകൂടാതെ ഗ്രാന്റ് സൗകര്യം ലഭിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അതിന്റെ ആനുകൂല്യം ഇവിടെയും ലഭിക്കുന്നതാണ്. ഈ 3 വർഷത്തേക്കുള്ള ടോട്ടൽ ഫീ പറയുന്നത് 3,03,000 റുപ്പീസ് ആണ്. ഇതിൽ റീഫണ്ടബിൾ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. നമ്മൾ കോഷൻ ഡെപ്പോസിറ്റും ലൈബ്രറി ഡെപ്പോസിറ്റും ക്യാൻറ്റീൻ ഡെപ്പോസിറ്റും ഇതെല്ലാം നമുക്ക് റീഫണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെ 30,000 റുപ്പീസോളം നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. ബാക്കി ആക്ച്വൽ ഫീ എന്ന് പറയുന്നത് 2,73,000 ആണ് ഈ 3 വർഷത്തേക്കുള്ള ഫീസ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അഡ്മിഷൻ ഷെഡ്യൂളും കൂടി ഒന്ന് നോക്കാം. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 5/7/2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7/7/2025 ആണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ 18/8/2025 ആണ്. ഇതിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ 29/2025 ആണ് നടത്തുന്നത്. അതായത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും എൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ. ഇതിന്റെ റിസൾട്ട് 10 ദിവസം കഴിയുമ്പോൾ തന്നെ അവർ അനൗൺസ് ചെയ്യുന്നതാണ്. 39/2025 റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അടുത്തതിന് ആണ് നിങ്ങളുടെ ഓറിയന്റേഷൻ നടക്കുന്നത്. ഓറിയന്റേഷനും ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ കോൾ ലെറ്റേഴ്സ് അയക്കുന്നത് 6/10/2025 ആയിരിക്കും. ഡേറ്റ് ഓഫ് ഓറിയന്റേഷൻ 13/10/2025 തുടങ്ങി 3/11/2025 വരെയാണ് ഓറിയന്റേഷന്റെ ഡ്യൂറേഷൻ. ഈ ഓറിയന്റേഷൻ വരെ നടത്തി അതിന്റെ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് എല്ലാം LBS സെന്ററിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന ഡേറ്റ് ആണ് 4/11/2025. ഇതിന്റെ അലോട്ട്മെന്റ് നടക്കുന്നത് 6/11 ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റ് 10/11/2025 നടക്കും. അഡ്മിഷൻ ഡേറ്റ് 17/11/2025 ആണ്. കമൻസ്മെന്റ് ഓഫ് ക്ലാസ്സസ് 24/11/2025. അപ്പോൾ നവംബർ 24 കൂടി ഇവിടെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. ഈ ഫിലിം ആൻഡ് ടെലിവിഷൻ മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ഇതിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കേണ്ടതാണ്. ഇതിന്റെ അനക്സറിൽ നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് കൊടുക്കേണ്ടതെന്ന് തന്നിട്ടുണ്ട്, അതിന്റെ ഫോർമാറ്റും തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് August 18 ആണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു എഡ്യൂക്കേഷണൽ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.